Hello, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് 35 കോമൺ സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന കോണ്ടന്റ്സ് ഇവയൊക്കെയാണ്. വാട്ട് ഈസ് ദ സ്റ്റെം ഓഫ് ദ വെർബ് ഇൻ ജർമ്മൻ? എന്താണ് വെർബ് സ്റ്റെം എന്ന് പറയുന്നത്? നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഇൻ ജർമ്മൻ? ഏതൊക്കെയാണ് സ്റ്റെം ചേഞ്ചിങ് വെർബ്സ്? നെക്സ്റ്റ് വൺ, ഹൗ ഡു യു നോ ഇഫ് ദ സ്റ്റെം വവൽ ചേഞ്ചസ്? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്റ്റെമ്മിൻ്റെ വെർബ് സ്റ്റെം വവൽ ചേഞ്ച് ആവുന്നുണ്ടെന്ന്? നെക്സ്റ്റ് വൺ, സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഫോൾ ഇൻ ടു 3 കാറ്റഗറീസ്. സ്റ്റെം ചേഞ്ച് ചെയ്യുന്ന വെർബുകൾ മെയിനായിട്ട് 3 കാറ്റഗറിയിലാണുള്ളത്. അതും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മൻ ഭാഷയിലെ കോമൺ ആയിട്ടുള്ള സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് എന്തൊക്കെയാണ്? അതും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, ജർമ്മൻ ഭാഷയിൽ സാധാരണമായി ഉപയോഗിക്കുന്ന സ്റ്റെം ചേഞ്ചിങ് വെർബുകളിൽ ചിലത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കും. നമുക്കറിയാവുന്നതുപോലെ കൂടുതൽ ജർമ്മൻ വെർബുകളുടെയും ഒരു കോൺജുഗേഷൻ പാറ്റേൺ നമുക്കറിയാം. എങ്കിലും അതല്ലാതെ ചില ഇറഗുലർ വെർബ്സ് അൺപ്രഡിക്റ്റബിൾ ആയ ഒരു കോൺജുഗേഷൻ പാറ്റേൺ പിന്തുടരുന്നുണ്ട്. സാധാരണ വെർബ് കോൺജുഗേഷൻ റൂൾസ് പാലിക്കാത്ത ഈ വെർബുകൾ ചുരുക്കമായതുകൊണ്ട് തന്നെ നമുക്കിത് കാണാതെ പഠിക്കാനും ഓർമ്മിച്ചെടുക്കാനും സാധിക്കുന്നവയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സ്റ്റെം ഓഫ് ദ വെർബ് ഇൻ ജർമ്മൻ? ജർമ്മൻ ഭാഷയിലെ വെർബ് സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വെർബുകൾ കോൺജുഗേഷൻ ചെയ്യുമ്പോൾ സാധാരണയായി മാറ്റമില്ലാതെ തുടരുന്ന വെർബിന്റെ അടിസ്ഥാന രൂപമാണ് വെർബ് സ്റ്റെം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിക്ക വെർബുകളുടെയും അവസാനം en അല്ലെങ്കിൽ n ആയിരിക്കും. ഇത് അറിയപ്പെടുന്നത് വെർബ് എൻഡുങ് എന്നാണ്. ഈ വെർബിൽ നിന്ന് വെർബിന്റെ എൻഡുങ് മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന രൂപമാണ് വെർബ് സ്റ്റെം എന്ന് പറയപ്പെടുന്നത്. I am giving some examples here. Spielen, to play, sagen, to say, wandern, to hike, liefern, to deliver. ഈ വെർബുകൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഓരോ പേഴ്സണൽ പ്രൊനോമൻസിനനുസരിച്ചും വെർബ് സ്റ്റെമ്മിലേക്ക് ശരിയായ എൻഡിങ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എക്സാമ്പിൾ, ഇഷ് സ്പീലെ, ദു സ്പീൽസ്റ്റ്, എർസിയസ് സ്പീൽറ്റ്, വിയർ ലീഫേൺ, ഇയർ ലീഫേർട്ട്, സി ഓർഡർ സി ലീഫേൺ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്? എന്താണ് ജർമ്മൻ ഭാഷയിലെ സ്റ്റെം ചേഞ്ചിങ് വെർബ്സ്? സ്റ്റെം ചേഞ്ചിങ് വെർബ്സിന് ഇറഗുലർ വെർബ്സ് അല്ലെങ്കിൽ സ്ട്രോങ് വെർബ്സ് എന്നാണ് പറയുന്നത്. ടിപ്പിക്കലി ഈ മാറ്റം വരുന്നത് പ്രസന്റ് ടെൻസിലെ ദു ഫോമിലും എർസിയസ് ഫോമിലും ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൗ ഡു യു നോ ഇഫ് ദ സ്റ്റെം വവൽ ചേഞ്ചസ്? വെർബ് സ്റ്റെം മാറുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ആദ്യം കാണുമ്പോൾ തന്നെ ഈ വെർബ് ഒരു സ്റ്റെം ചേഞ്ചിങ് വെർബ് ആണോ എന്ന് കണ്ടെത്താൻ നമുക്കൊരു പ്രത്യേക പാറ്റേണും ഇല്ല. ഇതിനുള്ള ഏക വഴി കോമൺ ആയിട്ടുള്ള സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. എങ്കിലും ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ ഒത്തിരി സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഇല്ല. കോമൺ ആയിട്ടുള്ള 35 സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ട്. ഈ വെർബുകൾ ഒരു ക്രമത്തിൽ തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഈ തന്നിരിക്കുന്ന ക്രമത്തിൽ പഠിക്കുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. കൂടാതെ ഈ സ്വരാക്ഷരങ്ങളുടെ മാറ്റവും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഫോൾ ഇൻ ടു 3 കാറ്റഗറീസ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് കോമൺ ആയിട്ട് 3 കാറ്റഗറിയിലാണ് പെടുന്നത്. The first one is vowel change from E to I. ഡോയിഷ് പ്രൊനൗൺസിയേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഫ്രം എ ടു ഇ. ഈറ്റ്, ഗീവ്, ടേക്ക്, സ്പീക്ക്, മീറ്റ്, ഫോർഗെറ്റ്, ബ്രേക്ക്, ഹെൽപ്പ്, ത്രോ, ഡൈ, അപ്ലൈ, മെൽറ്റ്, കിക്ക്, അഡ്വർടൈസ്. ഇത്രയും വെർബുകളാണ് സ്റ്റെം ചേഞ്ചിങ് വെർബ്സിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയായ വവൽ ചേഞ്ചസ് ഫ്രം ഇ ടു ഐയിൽ വരുന്നത്.
The next one is vowel changes from E to IE. അതായത് ജർമ്മൻ പ്രൊനൗൺസിയേഷൻ വെച്ച് എ ടു ഇ. ഇതിൽ വരുന്ന വെർബ്സ് റീഡ്, സീ, ലുക്ക്, ഓർഡർ, വാച്ച് ടി വി, റെക്കമെൻഡ്, ഹാപ്പൻ, സ്റ്റീൽ എന്നിവയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് വോവൽ ചേഞ്ചസ് ഫ്രം എ ടു എ ഉംലൗട്ട്. ജർമ്മൻ പ്രൊനൗൺസിയേഷൻ വെച്ച് പറയുമ്പോൾ എ ടു യാ. ഈ കാറ്റഗറിയിൽ വരുന്ന വെർബുകൾ ക്യാച്ച്, ലോഡ്, ഡ്രൈവ്, ഹോൾഡ്, റൺ, ഫാൾ അസ്ലീപ്, ക്യാരി, ബേക്ക്, ഡ്രോപ്പ്, ലെറ്റ്, ഹിറ്റ്, വാഷ്, ഫ്രൈ, ഗസ് ആൻഡ് ഗ്രോ. ഈ 35 വെർബുകളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. Okay, let's begin the next topic, the first category, and that is vowel changes from E to I. The first example is essen, to eat, personal pronouns and conjugations. Ish, esse, esse, du, ist, ist, rcs, ist, ist, wir, essen, ihr, est, സി ഓർഡർ സി, എസ്സൻ. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ ഇതിൽ എസ്സൻ എന്ന വെർബിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഈ ഐ ആയി മാറിയിരിക്കുന്നത് ദു ഫോമിലും എർസിയസ് ഫോമിലുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദു ഫോമിലും എർസിയസ് ഫോമിലുമാണ് പ്രസന്റ് ടെൻസിൽ ഈ മാറ്റം വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Isst du gerne Schokolade? Do you like to eat chocolate? The next one is meine Tochter isst nicht gerne Obst. My daughter doesn't like to eat fruit. Okay, the next one is geben, to give, personal pronouns and conjugations. Ich gebe, du gibst, gibst, RCS, gibt, gibt, wir geben, ihr gebt, സി ഓർഡർ സി, ഗേബൻ. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും എർസിയസ് ഫോമിലും ഇ എന്ന സെക്കൻഡ് ലെറ്റർ ഐ ഫോമിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Es gibt kein schlechtes Wetter. Es gibt nur falsche Kleidung. There is no such thing as bad weather. There is just wrong clothing. The next one is Du gibst mir kein gutes Gefühl. You don't make me feel good. The next verb is nehmen, to take, personal pronouns and conjugations. Ich nehme, du nimmst, nimmst, RCS, nimmt, nimmt, wir nehmen, ihr nehmt, സി ഓർഡർ സി, നേമൻ. ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ദു ഫോമിലും എർസിയസ് ഫോമിലും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Du nimmst mich nicht ernst. You are not taking me seriously. The next one is wer viele Krankheiten hat, nimmt häufig mehrere Medikamente. People who have many diseases often take several medications. The next verb is sprechen, to speak. Ich spreche, du sprichst, sprichst, RCS, spricht, spricht, wir sprechen, ihr sprecht, സി ഓർഡർ സി, sprechen. ഇതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ദു ഫോമിലും എർസിയസ് ഫോമിലും വെർബിൻ്റെ ഫോർത്ത് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Sprichst du oft mit deiner Mutter? Do you talk to your mother often? The next one is mein Mann spricht mit mir nicht. My husband doesn't speak to me. Okay, the next verb is treffen, to meet. Ich treffe, du triffst, triffst,
RCS trifft, trift. Wir treffen, ihr trefft. C order C treffen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ഈ വെർബിൻ്റെ ദു ഫോമിലും RCS ഫോമിലും വെർബിൻ്റെ തേർഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: trifft sich lieber mit seinen Freunden als mit mir. He had rather see or meet his friends than me. The next one is triffst du dich wieder mit ihm. Are you seeing or meeting him again? The next verb is vergessen, to forget. Ich vergesse. Du vergisst, vergisst. RCS vergisst, vergisst. Wir vergessen, ihr vergesst. C order C vergessen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും RCS ഫോമിലും വെർബിൻ്റെ ഫോർത്ത് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Meine Freundin vergisst immer ihre Schlüssel. My friend always forgets her keys. The next one is Warum vergisst du immer meinen Namen? Why do you always forget my name? The next verb is brechen, to break. Personal pronouns and conjugations. Ich breche. Du brichst, brichst. RCS bricht, bricht. Wir brechen, ihr brecht. C order C brechen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ഈ വെർബ് കോഞ്ചുഗേഷൻ്റെ ദു ഫോമിലും RCS ഫോമിലും വെർബിൻ്റെ തേർഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Versprechen bricht man nicht. You don't break promises. The next one is Es bricht mir das Herz. It breaks my heart. The next one is Du brichst mir das Herz. You are breaking my heart. The next verb is helfen, to help. Ich helfe. Du hilfst, hilfst. RCS hilft, hilft. Wir helfen, ihr helft. C order C helfen. ഈ കോഞ്ചുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും RCS ഫോമിലും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: Mein Mann hilft mir nicht im Haushalt. My husband doesn't help me around the house. The next one is Hilfst du mir, wenn ich dich brauche? Will you help me when I need you? The next verb is sterben, to die. Ich sterbe. Du stirbst, stirbst. RCS stirbt, stirbt. Wir sterben, ihr sterbt. C order C sterben. ഈ വെർബ് കോഞ്ചുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ആൻഡ് RCS ഫോമിൽ വെർബിൻ്റെ തേർഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് ഈ തന്നിരിക്കുന്നത്: Wir merkt man, dass der Hund bald stirbt. How do you know that the dog is about to die? The next verb is werfen, to throw. Ich werfe. Du wirfst, wirfst. RCS wirft, wirft. Wir werfen, werfen. Ihr werft. C order C werfen. ഈ വെർബ് കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് ഈ തന്നിരിക്കുന്നത്: Der Junge wirft den Ball. The boy throws the ball.
The next one is Warum wirfst du die Flasche ins Meer? Why are you throwing the bottle in the sea? Okay, the next verb is gelten, to apply. Personal pronouns and conjugations. Ich gelte. Du giltst. RCS gilt. Wir gelten. Ihr geltet. C order C gelten. ഈ വെർബ് കോൺജുഗേഷനിലും നമുക്ക് കാണാൻ സാധിക്കും ഗെൽറ്റൻ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ് ദു ഫോമിലും RCS ഫോമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് Die Ausgangssperre gilt von 22 bis 5 Uhr. The curfew is from 10 p.m. to 5 a.m. The next one is Ab wann gilt das neue Gesetz? From when does the new law apply? The next verb is schmelzen, to melt. Ich schmelze. Du schmilzt. RCS schmilzt. Wir schmelzen. Ihr schmelzt. C order C schmelzen. ഈ വെർബ് കോൺജുഗേഷനിലും ദു ഫോമിലും RCS ഫോമിലും നമുക്ക് കാണാൻ സാധിക്കും ഷ്മേൽസൺ എന്ന വെർബിൻ്റെ ഫിഫ്ത്ത് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് Dunkel Schokolade schmilzt bei 45 bis 50 Grad Celsius. Dark chocolate melts at 45 to 50 degrees Celsius. The next one is Warum schmilzt Schnee in den Bergen nicht? Why doesn't snow melt in the mountains? Okay, the next verb is treten, to step. Personal pronouns and conjugations. Ich trete. Du trittst. RCS treat. Wir treten. Ihr treated. C order C treten. ഈ കോൺജുഗേഷനിലും നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും RCS ഫോമിലും ട്രേറ്റൻ എന്ന വെർബിൻ്റെ തേർഡ് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് Meine Tanzpartnerin tritt immer auf meinem Fuß. My dance partner always steps on my foot. Okay, then the next verb is verben, to advertise. Ich werbe. Du wirbst. RCS wirbt. Wir werben. Ihr werbt. C order C werben. ഈ കോൺജുഗേഷനിലും നമുക്ക് കാണാൻ സാധിക്കും വെർബൻ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ് ദു ഫോമിലും RCS ഫോമിലും വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് The firma wirbt für ein neues Produkt. The company is promoting or advertising a new product. The next one is Warum wirbt diese Firma nicht mehr auf Facebook? Why doesn't this company advertise on Facebook anymore? The next verb is lesen, to read. Ich lese. Du liest. RCS liest. Wir lesen. Ihr lest. C order C lesen. ഇവിടെ ലേസൺ എന്ന വെർബിൻ്റെ കോൺജുഗേഷനിലും നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും RCS ഫോമിലും ലേസൺ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററാണ് ഇ. അത് ഐ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് ലീസ്റ്റ് ദു ഗേണെ. ഡു യു എൻജോയ് റീഡിംഗ്? ദ നെക്സ്റ്റ് വൺ ഈസ് മൈൻ സോൺ ലീസ്റ്റ് നിഷ്ട് ഗേണെ. My son doesn't like reading. The next verb is sehen, to see. Ich
say. Du siehst, siehst. RCS, seat, seat. Wir sehen, ihr seht. C order C, sehen. സേൻ എന്ന ഈ വെർബിന്റെ കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദു ഫോമിലും എർസിയസ് ഫോമിലും വെർബിന്റെ സെക്കൻഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് സീസ്റ്റ് ദു ദസ്, ഡു യു സീ ദാറ്റ്? ദ നെക്സ്റ്റ് വൺ ഈസ് sieht uns nicht, he doesn't see us. Okay, the next verb is aussehen, to look. Personal pronouns and conjugations. Ich, seh aus, du siehst aus, siehst aus. RCS, sieht aus, sieht aus. Wir sehen aus, ihr seht aus. C oder C, sehen aus. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ പ്രൊനൗമൻസ് ആയ ദു ഫോമിലും എർസിഎസ് ഫോമിലുമാണ് വെർബിന്റെ സെക്കൻഡ് ലെറ്ററായ ഇ ചേഞ്ചസ് ടു ഐ ആയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് sieht gut aus, he looks good. Du siehst ein bisschen aus wie diese Schauspielerin. You look a bit like that actress. Okay, the next verb is fernsehen, to watch TV. ഈ രണ്ട് വെർബുകളും കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉള്ളവയാണ്. ഔസേൻ ആൻഡ് ഫെൻസേൻ. ഈ രണ്ട് വെർബുകളും സെപ്പറബിൾ വെർബ്സ് ആണ്. ദാറ്റ് മീൻസ് ട്രംബാരൻ വെർബ്സ്. ഈ രണ്ട് വെർബിൻ്റെയും റൂട്ട് വരുന്നത് സേൻ എന്ന വേർഡാണ്. ഈ രണ്ട് വെർബുകൾക്കും ഏകദേശം സിമിലർ സെന്റൻസ് സ്ട്രക്ചറാണ്. ഓക്കെ, personal pronouns and conjugations. Ich sehe fern, du siehst fern, siehst fern. RCS, sieht fern, sieht fern. Wir sehen fern, ihr seht fern. C oder C, sehen fern. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും എർസിയസ് ഫോമിലുമാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസസ് നോക്കാം. Mein Vater sieht gerne fern. My father likes to watch TV. Siehst du oft fern? Do you watch TV often? Okay, the next verb is empfehlen, to recommend. Personal pronouns and conjugations. Ich empfehle, du empfiehlst, empfiehlst. RCS, empfiehlt, empfiehlt. Wir empfehlen, ihr empfiehlt. C oder C, empfehlen. ഈ കോൺജുഗേഷൻ ഫോമിലും നമുക്ക് കാണാൻ സാധിക്കും വെർബിന്റെ ഫിഫ്ത്ത് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് empfiehlst du dieses Restaurant? Do you recommend this restaurant? Sie empfiehlt mir dieses Buch. She recommends this book to me. The next verb is geschehen, to happen. Ich geschehe, du geschehst, geschehst. RCS, Geschicht, Geschicht. Wir geschehen, ihr gescheht. C oder C, geschehen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും വെർബിന്റെ കോൺജുഗേഷനിൽ വരുന്നത് ദു ഫോമിലും എർസിഎസ് ഫോമിലും വെർബിന്റെ സിക്സ്ത് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസസ് ആണ് Warum geschieht mir immer das Gleiche? Why does the same thing always happen to me? The next example sentence is geschieht das oft? Does that happen often? Okay, the next verb is stehlen, to steal. Personal pronouns and conjugations. Ich stehle, du
steelst, steelst, RCS, steelt, steelt, wear, stalen, ear, stelt, C order C, stalen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ പ്രൊനൗമൻസിൻ്റെ ദു ഫോമിലും RCS ഫോമിലും വെർബിൻ്റെ തേർഡ് ലെറ്ററായ ഈ ചേഞ്ചസ് ടു ഐ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് Was soll ich machen, wenn mein Kind stiehlt? What should I do if my child steals? Okay, let's begin the next topic. Stem vowel changes A to A umlaut. The first verb is fangen, to catch. Personal pronouns and conjugations. Ich, fange. Du, fängst, fängst. RCS, fängt, fängt. Wir, fangen. Ihr, fängt. C order C, fangen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള ആ ഉംലൗട്ടായി മാറുകയാണ് ദു ഫോമിലും RCS ഫോമിലും. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് Der Junge fängt den Ball. The boy catches the ball. Wie kann ich verhindern, dass meine Katze Vogel fängt? How can I prevent my cat from catching birds? Okay, the next verb is anfangen. To start order begin. Ich fange an. Du fängst an. Fängst an. RCS, fängt an. Fängt an. Wir fangen an. Ihr fängt an. C order C, fangen an. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ എ ചേഞ്ചസ് ടു എ ഉംലൗട്ട് ആണ് ദു ഫോമിലും RCS ഫോമിലും വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് The first one is Es fängt an zu regnen. It is starting to rain. The next one, wann fängst du an zu arbeiten? When do you start to work? നമ്മൾ ഇപ്പോൾ പഠിച്ച വെർബാണ് അൻഫാങ്ങൻ. അൻഫാങ്ങൻ പോലെ തന്നെ അർത്ഥം വരുന്ന മറ്റൊരു വെർബാണ് ബെഗിനൻ. ഈ രണ്ട് വെർബുകളുടെയും അർത്ഥം എന്ന് പറയുന്നത് ആരംഭിക്കുക, തുടങ്ങുക എന്നൊക്കെയാണ്. ഈ രണ്ട് വാക്കുകളും നമുക്ക് മാറി മാറി ഉപയോഗിക്കാവുന്നവയാണ്. ഈ വാക്കുകളുടെ അർത്ഥത്തിലെ വ്യത്യാസം വളരെ സൂക്ഷ്മമാണ്. നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ജർമ്മൻ ഭാഷയിൽ അൻഫാങ്ങൻ എന്ന വെർബിനെ അപേക്ഷിച്ച് ബെഗിനനാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബെഗിനൻ ഒരു നോർമൽ വെർബും അൻഫാങ്ങൻ ഒരു സെപ്പറബിൾ വെർബ്, അതായത് ട്രംബാരൻ വെർബുമാണ്. അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്തതിനാൽ ഇവ രണ്ടും നമുക്ക് മാറി മാറി ഉപയോഗിക്കാവുന്നവയാണ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വെർബാണ് ഔഫ് ലാഡൻ, ടു ലോഡ് ഓർ ചാർജ്. പേഴ്സണൽ പ്രൊനൗമൻസ് ആൻഡ് കോൺജുഗേഷൻസ്. ഇഷ് ലാഡെ ഔഫ്. Du lädst auf. Lädst auf. RCS, lädt auf. Lädt auf. Wir laden auf. Ihr ladet auf. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഔഫ് ലാഡൻ. ഇതിൽ ഈ ഫസ്റ്റ് വരുന്ന ഔഫ് എന്നതാണ് ഇതിൻ്റെ പ്രിഫിക്സ്. ലാഡൻ ആണ് ഇതിൻ്റെ സഫിക്സ്. സോ ലാഡൻ എന്ന സഫിക്സ് വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ഉംലൗട്ടായിട്ട് മാറുന്നത് ദു ഫോമിലും RCS ഫോമിലുമാണ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് വി ലേറ്റ് മാൻ ഐനെ ഔട്ടോ ബാറ്ററി ഔഫ്. ഹൗ ഡു യു ചാർജ് എ കാർ ബാറ്ററി? ദ നെക്സ്റ്റ് വൺ, സു ലേറ്റ്സ് ഡു ഡൈനൻ ഹാൻഡി അക്കു റിസ്റ്റിഷ് ഔഫ്. ദിസ് ഈസ് ഹൗ യു ചാർജ് യുവർ സെൽഫോൺ ബാറ്ററി കറക്റ്റ്ലി. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ട്രംബാരൻ വെർബ്സ്, അതായത് സെപ്പറബിൾ വെർബ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിഫിക്സും സഫിക്സും നമ്മൾ ഡിവൈഡ് ചെയ്ത് സഫിക്സ് സെക്കൻഡ് പൊസിഷനിലും പ്രിഫിക്സ് ഏറ്റവും അവസാനവുമാണ് വരുന്നത്. ഇതിനുള്ള മറ്റൊരു എക്സാമ്പിളാണ് ഇഷ് ലാഡെ മൈൻ ഹാൻഡി ഔഫ്. ഐ ആം ചാർജിങ് മൈ ഫോൺ. ഓക്കെ, ദ നെക്സ്റ്റ് വെർബ് ഈസ് einladen, to invite. Ich
lade ein. Du lädst ein. Lädst ein. RCS lädt ein. Lädt ein. Wir laden ein. Ihr ladet ein. C oder C laden ein. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ദു ഫോമിലും എർസിയസ് ഫോമിലുമാണ് ലാഡൻ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടായി മാറിയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: അന്ന ലേഡ് ടൂൻസ് സു ഇയറർ പാർട്ടി ഐൻ. അന്ന ഇൻവൈറ്റ്സ് അസ് ടു ഹെർ പാർട്ടി. ദ നെക്സ്റ്റ് വൺ: വാറും ലേഡ്സ് ഡു നിഷ്ട് ഡൈനെ ഫ്രോയിൻഡെ ഐൻ. വൈ ഡോണ്ട് യു ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ്? The next verb is fahren. To drive, order, to go. Personal pronouns and conjugations. Ich fahre. Du fährst. Fährst. RCS fährt. Fährt. Wir fahren. Ihr fahrt. C oder C fahren. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ഫാറൻ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ദു ഫോമിലും എർസിയസ് ഫോമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: ഫെയർസ്റ്റ് ദു ഓഫ്റ്റ് നാഹ് ഫ്രാങ്ക്ഫൂർട്ട്. ഡു യു ഓഫൺ ഗോ ടു ഫ്രാങ്ക്ഫൂർട്ട്? ദ നെക്സ്റ്റ് വൺ: സി ഫെയർട്ട് മിറ്റ് ദെം സൂപ് നാഹ് ബെർലിൻ. ഷീ ഗോസ് ടു ബെർലിൻ ബൈ ട്രെയിൻ. The next verb halten. To hold order, keep. Ich halte. Halte. Du hältst. Hältst. RCS hält. Hält. Wir halten. Halten. Ihr haltet. Haltet. C oder C halten. Halten. ഈ ഒരു വെർബ് കോൺജുഗേഷൻ പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും എർസിയസ് ഫോമിലും ഹാൽട്ടൻ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്റർ ആ ചേഞ്ചസ് ടു ആ ഉംലോട്ടായി മാറിയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: ദി ടാസെ ഹേൽട്ട് ഗെട്രെങ്കെ ലേങ്ങർ വാം. ദിസ് കപ്പ് കീപ്സ് ഡ്രിങ്ക്സ് വാം ലോങ്ങർ. ദ നെക്സ്റ്റ് വൺ: വാറും ഹേൽട്സ് ടു ഡു മൈൻ ഹാൻഡ്. വൈ ആർ യു ഹോൾഡിംഗ് മൈ ഹാൻഡ്? Okay, the next verb laufen. To run. Ich laufe. Du läufst. Läufst. RCS läuft. Läuft. Wir laufen. Ihr lauft. C oder C laufen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ലൗഫൻ എന്ന വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ദു ഫോമിലും എർസിയസ് ഫോമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: ലോയിസ്റ്റ് ദു jeden Tag im Park. Do you run in the park every day? The next one: warum läuft mein Hund im Kreis? Why is my dog running in circles? The next verb schlafen. To sleep. Personal pronouns and conjugations. Ich schlafe. Du schläfst. Schläfst. RCS schläft. Schläft. Wir schlafen. Ihr schlaft. C oder C schlafen. ഈ ഒരു വെർബ് കോൺജുഗേഷൻ പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വെർബിൻ്റെ അഞ്ചാമത്തെ ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ദു ഫോമിലും എർസിയസ് ഫോമിലും മാറ്റമായി വന്നിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: ദർ മാൻ schläft auf der couch. The man is sleeping on the couch. The next one: schläfst du zu wenig oder zu viel? Do you sleep too little or too much? Okay, the next verb tragen. To carry order, to wear. Ich trage. Du trägst. Trägst. RCS trägt. Trägt. Wir tragen. Ihr tragt. C oder C tragen. ഈ ഒരു വെർബ് കോൺജുഗേഷനിലും നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ തേർഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്:
അതായത് ജർമ്മൻ പ്രൊനൗൺസിയേഷൻ വെച്ച് ഡു യു ലൈക്ക് ടു വിയർ കംഫർട്ടബിൾ ക്ലോത്ത്സ്. ദ നെക്സ്റ്റ് വൺ, meine Schwester trägt gerne kurze Kleider. My sister likes to wear short dresses. The next verb is backen, to bake. ഈ വെർബിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇത് നമുക്ക് സ്റ്റെം ചേഞ്ചിങ് വെർബായിട്ടും അല്ലാതെ നോർമൽ വെർബായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ വെർബ് രണ്ട് രീതിയിൽ നമുക്ക് കോൺജുഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് വൺ, ഇഷ് ബാക്കെ, ദു baked, baked, RCS, baked, baked, wear, backen, ear, backed, C backen. ബാക്കൻ എന്ന വെർബിൻ്റെ നോർമൽ കോൺജുഗേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇഷ് ബാക്കെ, ദു ബാക്സ്ഡ്, RCS ബാക്ഡ്, വിയർ ബാക്കൻ, ഇയർ ബാക്ഡ്, C ബാക്കൻ. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് മൈനെ മുട്ടർ ബേക്ഡ് einen Käsekuchen. My mother is baking a cheesecake. Bakest du oft Kekse? Do you often bake cookies? Okay, the next verb fallen, to fall. Ish falle. Du failst, failst. RCS failed, failed. Wear fallen, ear fault, C fallen. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും RCS ഫോമിലും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടായി മാറുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് Was passiert when das Kind auf dem Bett fällt? What happens if the child falls out of bed? The next one, egal wie oft du fällst, du musst wieder aufstehen. No matter how many times you fall, you have to get up again. The next verb, lassen, to leave or to let. Ish lasse, du laced, RCS laced, laced, wear lassen, ear last, C lassen. ഈ ഒരു കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ദു ഫോമിലും RCS ഫോമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് ലേസ്റ്റ് ദു ഡൈനൻ സോൺ ഫേൺസേൻ. ഡു യു ലെറ്റ് യുവർ സൺ വാച്ച് TV? ദ നെക്സ്റ്റ് വൺ, മൈനെ മുട്ടർ ലേസ്റ്റ് മിഷ് നിഷ്ട് rausgehen. My mother doesn't let me go out. Okay. The next verb, schlagen, to hit or to beat. Personal pronouns and conjugations. Ish schlage, du schlägst, schlägst, RCS schlägt, schlägt, wir schlagen, ihr schlagt, C schlagen. ഈ ഒരു കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ ഫിഫ്ത്ത് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ദു ഫോമിലും RCS ഫോമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് വാറും ഷ്ലേഗ്സ്റ്റ് ദു ഈൻ, വൈ ആർ യു ഹിറ്റിംഗ് ഹിം? ദ നെക്സ്റ്റ് വൺ, വെൻ മിഷ് ഷ്ലേഗ്റ്റ് schlage ich ihn. If he hits me, I will hit him. The next verb, waschen, to wash. Ish wasche, du wäschst, wäschst, RCS wäscht, wäscht, wir waschen, ihr wascht, C waschen. ഈ ഒരു കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടാണ് ദു ഫോമിലും RCS ഫോമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി ഓഫ്റ്റ് വേഷ്ഡ് ദു ദിയർ ഡൈനെ ഹാരെ. ഹൗ ഓഫൺ ഡു യു വാഷ് യുവർ ഹെയർ? ദ നെക്സ്റ്റ് വൺ, അന്ന വേഷ്ഡ് ഇയർ ഔട്ടോ ഏഡെ വോഹെ. അന്ന വാഷസ് ഹെർ കാർ എവറി വീക്ക്. The next verb, braten, to fry or to roast. Ish brate, du brätst, brätst, RCS brat, brat, wir braten, ihr
ബ്രാറ്ററ്റ്, സി ഓർഡർ സി, ബ്രാറ്റൻ. ഈ ഒരു കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും എർസിയസ് ഫോമിലും വെർബിൻ്റെ തേർഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടായി മാറിയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: വി ബ്രൈറ്റ് മൻ ലാക്സ് ആം ബെസ്റ്റേൻ. What is the best way to fry salmon? The next one, braised do of fish. Do you often fry fish? Next verb, raten, to advise, order to guess. Ish, rate. Do, ratest, ratest. RCS, rate, rate. Wear, raten. Ear, ratet. C order C, റാറ്റൻ. ഈ ഒരു കോൺജുഗേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും എർസിയസ് ഫോമിലും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടായി മാറിയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: വാസ് റേറ്റ്സ്റ്റ് ദു മിയർ. വാട്ട് ഡു യു അഡ്വൈസ് മീ? ദ നെക്സ്റ്റ് വൺ, മൈനെ ഫ്രൗ റേറ്റ് മിയർ einen neuen Job zu suchen. My wife advises me to look for a new job. Okay, the next verb is wachsen, to grow, order, to increase. Ish, waxe. Du, wächst, wächst. RCS, wächst, wächst. Wir, wachsen. Ear, wachst. C order C, wachsen. ഈ ഒരു കോൺജുഗേഷൻ പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിലും എർസിയസ് ഫോമിലും വെർബിൻ്റെ സെക്കൻഡ് ലെറ്ററായ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ടായി മാറിയിരിക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്: വാറും വേക്സ്റ്റ് ദി ബെഫോൾക്കറിംഗ് സോ സ്നെൽ? വൈ ഈസ് ദ പോപ്പുലേഷൻ ഗ്രോയിങ് സോ ഫാസ്റ്റ്? ദ നെക്സ്റ്റ് വൺ, ഇഷ് ഹാബെ eine Zimmerpflanze, die wächst und wächst. I have a house plant that grows and grows. ഓക്കെ, അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ 35 സ്റ്റെം ചേഞ്ചിങ് വെർബ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മൻ ഭാഷ പഠിക്കുന്നതിൽ സ്റ്റെം ചേഞ്ചിങ് വെർബ്സിന് നല്ല പ്രാധാന്യമുണ്ട്. തുടക്കത്തിൽ കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി തോന്നുമെങ്കിലും പഠിച്ച് മനഃപ്പാഠമാക്കുന്നതിലൂടെ നമുക്കിത് എളുപ്പമാക്കാൻ സാധിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെം ചേഞ്ചിങ് വെർബ്സിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കത് മനഃപ്പാഠമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഈ 35 സ്റ്റെം ചേഞ്ചിങ് വെർബ്സിൻ്റെ PDF ആവശ്യമുള്ളവർ ഈ മെയിൽ ID കോൺടാക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഓക്കെ, ബിസ് ബാൽഡ്, ച്യൂസ്.